ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗായ്സ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു രാവിലത്തെ ഒരു മിനി വ്ളോഗുമാണ് കേട്ടോ. രാവിലെ തന്നെ വന്നപ്പോൾ തന്നെ അടുക്കളയിലോട്ട് ഉമ്മി ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തുമായിരുന്നു കേട്ടോ. ലഞ്ചിന് ഇന്ന് മുളക് കറി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഉമ്മീനോട് എപ്പോഴും നമ്മൾ ഹെവി ഫുഡൊന്നും തിന്നാൽ അത്ര അങ്ങോട്ട് രസമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഫുഡ് മതിയെന്ന്. അത് കാരണം ഉമ്മ ഇന്ന് ഞങ്ങൾക്ക് ഏത്തയ്ക്ക പുഴുങ്ങിയതും പിന്നെ മുട്ട പുഴുങ്ങിയതുമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞാനങ്ങനെ മുട്ടയുടെ തോട് ഉലിക്കുന്ന വീഡിയോ കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കണ്ട. എൻ്റെ തുടർന്നുള്ള ഓരോ വീഡിയോസിലും നിങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും, നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചോളാം. എൻ്റെ വിജയം നിങ്ങളുടെ കൈകളിലാണ് ഗായ്സ്. അങ്ങനെ ഗായ്സ്, ഈ മുട്ട ഉലിക്കാനായിട്ട് നല്ല രസമാണ് അങ്ങനെ ഗൈസ്, ഞാൻ മുട്ട ഉലിക്കുന്ന വീഡിയോ കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടോണ്ട്. അങ്ങനെ ഗൈസ്, ഞാൻ മുട്ടയൊക്കെ ഇങ്ങനെ ഉലിക്കുമായിരുന്നു. അങ്ങനെ ഗൈസ്, മുട്ടയൊക്കെ ഇങ്ങനെ ഒലിച്ച് കഴിഞ്ഞപ്പം പിന്നെ ഉണ്ടായിരുന്നത് ഏത്തയ്ക്കയാണ്. അത് ഞാനൊരു കാസ്ട്രോളിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏത്തയ്ക്ക. ഞങ്ങളിന്ന് സിമ്പിളായിട്ടുള്ള ഫുഡ് മതിയെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാം, ഈ രാത്രി ഇങ്ങനെ പറയും ഓരോരോ ഫുഡ്. ചില സമയത്തൊക്കെ അതൊക്കെ ഉമ്മ ഉണ്ടാക്കും, ചില സമയത്ത് പറ്റാറില്ല. അത് കാരണം ഞങ്ങൾ ഇന്ന് പറഞ്ഞത് കുറച്ച് സിമ്പിളായിട്ടുള്ള ഫുഡാണ്. അത് കാരണം തന്നെ ഇന്ന് ഏത്തയ്ക്ക പുഴുങ്ങിയത് മുട്ടയൊക്കെ ആയിരുന്നു. ഏത്തയ്ക്കായും മുട്ടയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു ഗൈസ് ഞങ്ങൾക്ക് ഇന്നുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിമ്പിളായിട്ടുള്ള ഫുഡ്. ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും എപ്പോഴും അങ്ങനെ കഴിക്കാറില്ല എനിക്ക് എപ്പോഴും സിമ്പിളായിട്ടുള്ള ഫുഡിനോടാണ് താല്പര്യം. അങ്ങനെ ഗൈസ്, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും